ഹെല്ല ആൻഡ് ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ. അതായത് ടെർബോന്റെ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് വരുന്നു പറഞ്ഞിരുന്നു, പക്ഷെ പറ്റിച്ചു വിട്ടോ. കാരണം ഞാൻ അതിന്റെ ടീച്ചറോ എന്തെങ്കിലും അല്ലെങ്കിൽ പ്രൊമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട്, പ്ലസ് ഒരു പിക്കും ഉണ്ട്. എന്നാലും മമ്മൂക്ക ആയതുകൊണ്ട്, ടെർബോ ആയതുകൊണ്ട്, അമ്മാതിരി ലുക്ക് ആയതുകൊണ്ട് ഇത് തന്നെ ധാരാളം എന്ന് ധൈര്യമായിട്ട് പറയാം. അതായത് ഇതാണ് ആ പോസ്റ്റർ. വിരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ അത് തോന്നിയത്. പിന്നെ വിഷു ആയതുകൊണ്ട് ഫുൾ കളർഫുൾ ആണ്. ആ ഒരു കളർഫുൾനെസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മമ്മൂട്ടി ഇൻ ടെർബോ, എ വൈശാഖ് ഫിലിംസ് ഇൻ സിനിമാസ് വേൾഡ് വൈഡ് ഓൺ ജൂൺ 30th 2024. അതായത് ജൂൺ 13 സിനിമ റിലീസിനെത്തും. സോ ദ വെയിറ്റ് ഈസ് ഓവർ എന്ന് ധൈര്യമായിട്ട് പറയാല്ലേ. കാരണം ജൂണിൽ വരികയാണല്ലോ. ഇപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ഈസി ഒരു 1.5 മാസം. ആ 1.5 മാസം കഴിഞ്ഞാൽ പടം വരും. എന്തായാലും അതൊരു എന്താ പറയാ, മമ്മൂക്ക ഈ പടങ്ങൾ ഇങ്ങനെ വരണ്ടല്ലോ, ഗ്യാപ്പ് എടുക്കുമ്പോൾ വലിയൊരു സങ്കടമാണ്. മമ്മൂട്ടി സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതിന്റെ ഒരു ഫീല് ഭയങ്കരമാണ്. അതും FBFS തന്നെയാണെങ്കിൽ വേറെ ലെവൽ പരിപാടി ആയിരിക്കും. പിന്നെ പല ആളുകളും ഈ ടെർബോ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഈ പടം മമ്മൂക്കനെ കൊണ്ട് കഴിയൂല, മമ്മൂക്ക കൂട്ടിയെ കൂടൂല, ആക്ഷൻ മമ്മൂട്ടിക്ക് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ആൻഡ് ഈ കോമഡി മമ്മൂട്ടിക്ക് പറ്റില്ല പറയുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ മറുപടി പറയാം. അതിന് മുമ്പ് ഈ ലുക്ക് എങ്ങനെയുണ്ട് നോക്കണ്ടേ? ഇത് നോക്ക് നിങ്ങള്. ഇത് വെള്ളം കേട്ടോ, അത് പറയണം. അതായത് ആദ്യം നമ്മൾ കണ്ടത് ഈ താറിൽ നിന്ന്, ബ്ലാക്ക് കളർ താറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന കറുപ്പും വെള്ളയും ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഇച്ചായന്റെ, അടിപൊളി ജോസിന്റെ ഒരു ലുക്ക്. ഇവിടെ ബ്ലാക്ക് വാച്ച് കയ്യിൽ കെട്ടിയിട്ടുണ്ട്, ബ്ലാക്ക് മറ്റേ ചെരുപ്പും, പക്ക അച്ചായൻ. മാത്രല്ല ഈ പറഞ്ഞ പോലെ വിരിഞ്ഞിരിക്കണേ. ഇത് എനിക്ക് മിക്കവാറും തോന്നുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നാസിക് ഡോളിന്റെ ഒരു സാധനം കണ്ടിരുന്നല്ലോ. അതെന്തോ ഒരു പൂരപ്പറമ്പിലോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ നടക്കണ എവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അത് തന്നെയാണ് പരിപാടി. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഏതോ ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ ഈ പൂത്തിരിയും പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. മാത്രല്ല അവിടെ മറ്റേ ആകാശചക്രവും സംഭവങ്ങളൊക്കെ, യന്ത്രൂഞ്ഞാൽ, ഈ പരിപാടിയും സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ എന്തോ ഒരു വള്ളിപ്പെരുന്നാളോ അതിന്റെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അവിടെ പുള്ളിക്കാരൻ ഏതോ ഒരു അടി നടക്കുമ്പോ അവിടെ വണ്ടേ ഉണ്ടിട്ട് അതിന്റെ മുന്നിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ആള്. എന്നിട്ട് ആ നാസിക് ഡോളിന്റെ ആ ഒരു ബീറ്റും സാധനങ്ങളും, പുള്ളി വന്നിട്ട് ഒരു അടിപൊളി ഫൈറ്റും കൂടി ആണെങ്കിൽ പൊളിക്കും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ലുക്ക് വൈസ് സംഭവം ഭയങ്കര ഇഷ്ടമായി. വണ്ടി നമ്പർ എത്രയാണ്? KB06 ആണോ? K695682 അല്ല, KG95682. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ സംഭവം നൈസ് ആയിട്ടുണ്ട്. ആൻഡ് ഡ്രസ്സിന്റെ കര റെഡ് ആണ്, മൊത്തത്തിലൊരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ ഒന്നും പറയാനില്ല. ഇത് അതന്നെ, അടിയോടടി, അടിപിടി ജോസിന്റെ അടി ഏതായിരിക്കും മിക്കവാറും ഉണ്ടാവും. എന്തായാലും ദ വെയിറ്റ് ഈസ് ഓവർ മേക്കിംഗ് ഇറ്റ് ഒഫീഷ്യൽ. ടെർബോ ജോസ് വിൽ സെറ്റ് സ്ക്രീൻ വേൾഡ് വൈഡ് ablaze on June 13. Stay tuned as more power-packed Turbo updates are being prepared for you. Of course, കാത്തിരിക്കുന്നു. ബാക്കി പിന്നെ ഹാഷ്ടാഗ് കൊടുത്തിട്ട് ടെർബോ ഫ്രം June 13 എന്നൊക്കെ പണ്ട കൊടുത്തിട്ട് സാധനമാണ്. സോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അടുപ്പിച്ചടുപ്പിച്ച് കുറെ സാധനങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഓൾറെഡി മെയ് 14th അല്ലേ, സോറി ഏപ്രിൽ 14th കഴിഞ്ഞു. സോ ഇനി ഒരു പകുതി മെയ് 1.5 മാസം തന്നെ കറക്റ്റ് ഉള്ളൂ. സോ അതിൻ്റെ ഉള്ളിൽ ഇനി ടീസർ തരണം, ഇനി ഫസ്റ്റ് സിംഗിൾ പോലെ എന്തെങ്കിലും പ്രൊമോ പോലെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് തരണം, പ്ലസ് ട്രെയിലർ തരണം. അതല്ലാതെ ഇതിന്റെ വേറെ എന്തെങ്കിലും ലുക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തരണം. ആൻഡ് പ്രസ് മീറ്റ്സ്, എന്താ പറയാ, ഇന്റർവ്യൂസ്, ഇങ്ങനെ കിടക്കുകയാണ്. മമ്മൂക്കന്റെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ സിനിമ പോലെ തന്നെ നമ്മൾ കാത്തിരിക്കുന്നത് മമ്മൂക്കന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയാണ്. പുള്ളിക്കാരൻ എന്ത് പറയുന്നു, പുള്ളിക്കാരൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പുള്ളിക്കാരൻ ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെ വളരെ എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ട്, ഇന്റലക്ച്വൽ ആയിട്ട് അതിന് മറുപടി പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുറെ പിള്ളേരും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ അവാർഡ് വിളിച്ചു പറയുന്ന ഒരു സീൻ ഉണ്ട്. അത് നിവിൻ വരുന്ന സമയത്ത് ഇന്ന നടക്ക യൂത്ത് ഐക്കണാരാ മമ്മൂട്ടി, അങ്ങനെ പറയുന്നുണ്ടായില്ല, യൂത്ത് ഐക്കണർക്ക മമ്മൂട്ടി. അത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ച ഒരു സാധനമായിരുന്നു. കാരണം അതെ, ഈ 72 73 കിടക്കുമ്പോഴും യൂത്ത് ഐക്കൺ ആരാണെന്ന് വെച്ചാൽ മമ്മൂട്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും അത്തരത്തിൽ ഈ ഇന്റർവ്യൂസിലൊക്കെ കുറെ യങ്സ്റ്റേഴ്സിന്റെ കൂടെയൊക്കെ പുള്ളിക്കാരൻ എന്നിട്ട് ഇങ്ങനെ കോപ്രായം കാണിച്ച്, എന്നാൽ വളരെ ഈ പറഞ്ഞ പോലെ ബുദ്ധിപരമായിട്ടുള്ള മറുപടികളൊക്കെ പറഞ്ഞ് കൺവിൻസിങ് ആകുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾക്കും വ്യക്തത വരുത്തി. അങ്ങനെയൊക്കെ അത് ഭയങ്കര രസമാണ് ഇന്റർവ്യൂ കാണാൻ. അപ്പൊ അതിന് പോലും ഞാൻ പേഴ്സണലി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളാരും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. അതായത് ധ്യാന്റെ ഇന്റർവ്യൂവിന് ശേഷം മമ്മൂക്ക ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് പറഞ്ഞല്ലോ, June 13 നമുക്ക് കാണാൻ പരിപാടി. പിന്നെ ഈ ടീസറും ട്രെയിലറിനും ഒക്കെ വെയിറ്റിംഗ് ആണ്. പിന്നെ ഈ ലുക്ക് വൈസ്
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് അത് ബ്ലാക്ക് ആണ്, ഇത് വൈറ്റ് ആണ്. അതായത് ഫസ്റ്റ് ലുക്ക് വന്നത് ബ്ലാക്ക് ഷർട്ടാണ്, ഇത് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, വെള്ളയും വെള്ള. അപ്പൊ തീർച്ചയായിട്ടും ഒരു പള്ളിപ്പെരുന്നാൾ തന്നെ ആവാൻ സാധ്യത. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഫെസ്റ്റിവൽ, ഈ നിലമ്പൂർ പാട്ടൊക്കെ നമ്മൾ പറയും അതുപോലത്തെ വല്ല പാട്ടുത്സവോ അങ്ങനെ നടക്കുന്ന ഒരു ഉത്സവ നഗരി, അവിടെ പുള്ളിക്കാരൻ്റെ ഒരു അടി നമുക്ക് കാണാം. ഇല്ലെങ്കിൽ മിക്കവാറും എൻട്രി അതാവാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. നമുക്കവിടെ ലുക്ക് വൈസ് ഏത് ലുക്ക്, അത് ഫസ്റ്റ് ലുക്ക് ആയിരുന്നോ സെക്കൻഡ് ലുക്ക് ആയിരുന്നോ ഇപ്പൊ ഇതിൽ കണ്ടിട്ടുള്ള ലുക്കാണോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതോടെ കാണാം. കാണുന്നവരെ ടാറ്റാ.